ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്നും നമ്മൾ രാവിലെ മോർണിംഗ് റൊട്ടീനല്ലേ ചെയ്യാറ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വൈകുന്നേരം എന്നും ഇങ്ങനെയൊന്നല്ല, ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ ഷൂട്ടാക്കാൻ വിചാരിച്ചിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈവനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഉച്ചവരെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇന്നിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ അതാ കുറച്ച് ചെറുപയർ ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുകൂടെ എടുത്ത് കഴുകുകയാണ്. ഞാൻ കാസറോളിലാണ് കേട്ടോ ഇപ്പോൾ എന്തും വെള്ളത്തിലിട്ട് വെക്കാറ്, എന്നാൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാനിത് വെള്ളത്തിലിടാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. കാരണം അയാനക്കുട്ടീനെ ബാലവാടിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പിന്നെയാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതെടുത്ത് കുക്ക് ചെയ്യാൻ നിൽക്കുന്നത് ഒരു 4:30 ആവാണ്ട് ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവ സ്കൂൾ വിട്ട് വന്നേക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാലും ഉണ്ട്, ചെറുപയറും ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുപയർ ഒരു പായസം പോലെ, പക്ക പായസം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചെറുപയർ പായസമൊക്കെ വെക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ പാരുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്, ശർക്കരയൊക്കെ ഇട്ടിട്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ശർക്കരയും തേങ്ങാപ്പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മിൽമാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടുങ്ങാണ്ട് വേവിച്ച് കൊടുക്കുകയാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ ഇതാ മധുരത്തിന് അത്യാവശ്യം ഇത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതിൽ. അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അത് കുക്കായി വരണമല്ലോ. ഇനിയിപ്പോൾ അതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു രണ്ട് തണ്ട് എന്ന് പറയുന്നത് 2 ഏലക്കായും കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു പയർ വേവുന്നതിനോടൊപ്പം അതൊന്നിച്ച് അങ്ങ് വെന്തോളുമല്ലോ വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതാ ഒരു നുള്ളു ഉപ്പ്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുക്കർ ഞാനവിടെ വേവിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം വൈകുന്നേരത്തേക്ക് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഉണക്കമീൻ എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്. ഞാൻ പിന്നെ ഉച്ചക്കൊന്നും എടുത്തില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരത്തേക്കാണ് മക്കളൊക്കെ ഉണ്ടാവുക, അപ്പോൾ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളും അങ്ങനെ തന്നെയാണ്, ഉച്ചക്ക് നമ്മൾ ഒറ്റക്കായത് കാരണം ഒന്നും ഉണ്ടാക്കാനും കഴിക്കാനും ഒന്നും തോന്നില്ല. വൈകുന്നേരം രാത്രിക്ക് ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉണ്ടാകും, അപ്പോഴാണ് ഫുഡൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്തി നമ്മൾ തീരെ കഴിക്കാതിരിക്കുകയും ചെയ്യരുത് കേട്ടോ. പക്ഷേ ഞാൻ കൂട്ടാനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ചോറൊക്കെ എന്തായാലും കഴിക്കും കേട്ടോ, സ്കിപ്പ് ചെയ്യൂല. അപ്പോൾ കുറച്ച് ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ബാക്കി ഉണക്കമീൻ ഞാൻ ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്യാണ്ട് കഴിച്ചിട്ട് എന്തെങ്ങനെ ഇരിക്കണേന്നൊന്നും വിചാരിക്കല്ലേ കേട്ടോ. ഇതൊരു പ്രകൃതി നിയമമാണ് എന്ന് പറയില്ലേ, പ്രകൃതി അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും ഞാൻ എത്ര കഴിച്ചാലും ഇങ്ങനെ ഇരുന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ ബാക്കിയുള്ള ഉണക്കമീൻ ഞാൻ അതുപോലെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെക്കാറ്. എന്നാൽ പിന്നെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, നാരങ്ങയാണ് കേട്ടോ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ. അപ്പോൾ പോയ ടൈമിൽ തറവാട്ടിൽ പോയപ്പോൾ അവിടെ അമ്മായി അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നാരങ്ങ വെച്ചിട്ട്. അത് കഴിച്ചിട്ട് ഇതുപോലെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സ് കയറി കൂടിയതാണ് കേട്ടോ, കുറച്ച് നാരങ്ങ അച്ചാർ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടയിൽ പോയി നാരങ്ങയൊക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ അതാ നാരങ്ങ ഞാനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല പഴുത്ത നാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പച്ച നാരങ്ങ എടുക്കരുത്, കയ്പ്പ് വരും. എനിക്ക് കിട്ടിയ 1-2 എന്താ പറയുക പച്ച കണ്ടില്ലേ, ആ പച്ച കളർ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ ഇനിയിപ്പോൾ അത് ഞാൻ നല്ലപോലെ ആവി കയറ്റിയെടുത്തതിന് ശേഷം ഇനി അതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആവി കയറ്റുമ്പോൾ പൊട്ടിപ്പോവരുത് എന്ന് പറയണ കേൾക്കാം. അപ്പോൾ അത് പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നല്ല ചൂടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറാനൊന്നും എനിക്ക് ടൈമില്ല. ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, ഒന്നിനൊന്നിനും ഒരു ടൈം കൊടുക്കൂല കേട്ടോ. അതൊന്ന് ആറി തണിയാനും ഒന്നിനും ടൈം കൊടുക്കൂല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെച്ച് പിന്നെ ഞാനിതാ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിങ്ങാണ്ട് കുറച്ച് നേരം മിക്സ് ചെയ്തിങ്ങാണ്ട് അവിടെ വെക്കുകയാണ്. എന്നാൽ ഉപ്പൊക്കെ അതിൽ പിടിച്ച് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് എന്താ പറയുക സോഫ്റ്റായിട്ട് വരും കേട്ടോ, ആ ഉപ്പും കൂടെ പിടിക്കുമ്പോൾ. ഇത് ഇങ്ങനെ എൻ്റെ ഇന്നത്തെ ഒരു നാരങ്ങാച്ചാർ ഇട്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളല്ലേ ഈ അച്ചാർ ഇടുന്നതിന് മുമ്പേ നാരങ്ങ ആവി കയറ്റുമല്ലോ.
അതിന് മുമ്പ് നാരങ്ങ സാധാ പോലെ അച്ചാറിൻ്റെ കഷ്ണങ്ങളാക്കി നുറുക്കി കുറച്ച് സുർക്കയിൽ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇട്ട് വെക്കുക. വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട, കുറച്ച് സുർക്ക മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് വിനാഗിരി അത് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3-4 ദിവസം വെച്ചിട്ട് അതെടുത്ത് അച്ചാറിടുകയാണെങ്കിൽ അത് അച്ചാറിടേണ്ട ടൈം ആകുമ്പോഴേക്കും നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടാവും കേട്ടോ. നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് എന്താ പറയുക, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, നമ്മളിതിൽ അച്ചാർ പൊടിയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ട്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കടുകും കൂടെ നമ്മൾ വറുക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, അത് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. കരിഞ്ഞു പോകരുത് കേട്ടോ. ഉലുവയും കടുകും വറുക്കുമ്പോൾ ഉലുവയും കടുകും വറുത്ത് അത് പൊടിച്ച് അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തുങ്ങാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ മറ്റേ ഇതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നാരങ്ങയിൽ, പിന്നെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊണ്ടില്ലേ, ഈ തൊലി, അത് ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് എത്രത്തോളം സോഫ്റ്റായി, ആ ഒരു നാരങ്ങ അതിൽ കാണാനേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രത്തോളം അതിൽ മെൽറ്റായി പോകുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രൂപത്തിലായി പോയിട്ടുണ്ടായിരുന്നു. കാരണം സുർക്ക പിടിച്ച് അത് അത്രത്തോളം സോഫ്റ്റായിട്ട് അതിൽ അലിഞ്ഞു പോയി ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കട്ടാക്കി എടുത്ത നാരങ്ങ മാത്രമാണ് അതിൽ കാണാനുണ്ടായിരുന്നത്. അത്രത്തോളം അത് സോഫ്റ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുർക്ക നമ്മൾ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാത്തത്, നമ്മൾ ആ കുപ്പിയിൽ നാരങ്ങ ഇട്ട് വെച്ച കുപ്പിയിൽ കുറച്ച് സുർക്ക ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നാരങ്ങയിൽ നിന്നും പുളി ഇറങ്ങുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓവറാകുമ്പോൾ നമുക്ക് ഭയങ്കര കുത്തൽ വരും പുളിയുടെ. ഇനിയിപ്പോൾ അതാ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നാരങ്ങ പച്ചയാവുമ്പോഴാണ് ഈ കയ്പ്പ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 1-2 നാരങ്ങ കഷ്ണം എടുക്കുമ്പോൾ കയ്പ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളുടെ അച്ചാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഞാനത് ഉണ്ടാക്കി തീ ഓഫ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഇരുന്നെങ്ങാണ്ട് കഴിച്ചു പോകും കേട്ടോ. എനിക്ക് അപ്പോൾ ആ ചട്ടിയാണ് എടുക്കാൻ തോന്നി, അപ്പോൾ അങ്ങനെ അതിലെടുത്തു. പിന്നെ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ അയ്യോ ഇരുമ്പ് ചട്ടി നാരങ്ങ കോമ്പിനേഷൻ ചേരൂലല്ലോ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ വേഗം ഞാൻ ചട്ടിയിൽ നിന്ന് ഞാനത് ആ ചൂടോടുകൂടി തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അച്ചാർ അവിടെ പക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മളുടെ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ടാകുന്നു, അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ പായസം അല്ല, മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാൻ ചെറുപയറും നല്ലതാണ്, പാലും നല്ലതാണ്. അതിൽ പഞ്ചസാരക്ക് പകരം ശർക്കര ഇട്ടാൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് വേവിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മധുരം കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാനും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാനും ഒന്നും മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കമൻറ്റിന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴും ഒരുപാട് സന്തോഷമാവാറുണ്ട് കേട്ടോ. ഇന്നലെ നമുക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ഒരുപാട് സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ അതാ മക്കൾക്കുള്ള ചെറുപയർ പായസം ഞാനിതാ ഒഴിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ എനിക്കുള്ളതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുടിക്കട്ടെ. അത്യാവശ്യം വയറ് ഫില്ലാവും ചെയ്യും. അവർക്ക് ചെറുപയറും ഇതൊക്കെ അവരുടെ വയറിലേക്ക് അങ്ങോട്ട് ചെല്ലും ചെയ്തോളൂ കേട്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അയാനക്കുട്ടി ചൂടാണേ പൊള്ളി നാവ് എന്നൊക്കെ പറയാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഫാൻ ഇട്ടിട്ടില്ല, ചൂടാറട്ടെ എന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നങ്ങാണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ഒന്നിച്ചിരുന്നങ്ങാണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ
സിനു വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫ്രണ്ട് റിനു വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൂടെ അവിടെ സിറ്റ് ഔട്ടിലിരുന്നെങ്ങാണ്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ബാങ്ക് കൊടുത്തപ്പോഴാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ സഭ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മഗ്‌രിബ് നിസ്കാരം കാര്യങ്ങളൊക്കെ ഓത്തും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി ഈ ഒരു ടൈം ആയപ്പോഴേക്കും എനിക്കൊന്നും എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല പോലെ തലവേദന വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ മഗ്‌രിബിക്ക് ശേഷം എനിക്ക് കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല പോലെ തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എടുത്തു കൊണ്ടുവന്ന വീഡിയോ മുഴുവനാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ, കുറച്ച് ക്ലിപ്പുകൾ മാത്രമായിട്ട്. അപ്പോൾ ഉണക്കമീൻ ഇതാ തോലൊക്കെ കളഞ്ഞെടുത്ത് അത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അയാനക്കുട്ടി പകൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എപ്പോഴാണ് ഓൾ ഉറങ്ങുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾക്ക് വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് കുറച്ചും കൂടെ വേണം, തികയൂല. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കുക്കറിൽ ഇടാമെന്ന് വിചാരിച്ചു. മീൻ ഇതവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചക്കൽക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയല്ലോ കറിയായിട്ട് മത്തൻ കറി ഉണ്ടല്ലോ, മത്തൻ താളിച്ചത് അതുണ്ട് കേട്ടോ. അപ്പോൾ മത്തൻ താളിച്ചതും ഉണക്കമീനും നല്ല കോമ്പിനേഷനാണ് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തൻ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ താളിച്ച് കറി ഉണ്ടാക്കുന്നത്, പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാക്കുള്ളൂ എന്ന് പറയില്ലേ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തൻ താളിച്ചതും ഉണക്കമീനും. ഇനിയിപ്പോൾ അതാ ചോറിനുള്ള കുറച്ച് അരി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനും ഇതവിടെ ഫ്രൈ ആക്കിയിട്ട് ഫസ്റ്റ് എടുത്തത് ഒരു 4 പൊരിച്ചെടുത്ത്. പിന്നെ ഇനിയിപ്പോൾ അതാ അടുത്തത് എന്താ പറയുക പൊരിച്ചെടുക്കാമെന്ന് കേട്ടോ. ഉണക്കമീൻ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഒന്നുകൂടെ ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീനും കാര്യങ്ങളും. മത്തൻ കറി ആണെങ്കിലും അയാനക്കുട്ടിക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ മീനൊക്കെ പൊരിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിലിട്ടിട്ടുള്ള ടൈൽസ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇവിടെ അടുത്ത് തന്നെ ഭീമനാട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 5K ആയിട്ട് ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യാന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.